ഗുഡ് മോർണിംഗ്. ബേസിക്കലി ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞത് മാർക്കറ്റ് വീക്കാണെന്നുള്ള കാര്യം നമ്മൾ വളരെ മുമ്പേ തന്നെ പറഞ്ഞു. നമ്മളത് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് എടുത്തിരുന്നു, ബെനിഫിറ്റ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടാണെങ്കിലും നമ്മൾ മറ്റുള്ള വീഡിയോസുകളും മറ്റുള്ള പുതിയ ന്യൂസുകളും കൂടി അതിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അല്ലാണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടുള്ള ഉത്തരമല്ല തരുന്നത്. എങ്കിൽ തന്നെ കാലത്ത് നമ്മൾ തരുമ്പോൾ നിങ്ങൾക്കൊരു കാലത്ത് നമ്മൾ തരുമ്പോൾ ഒരു ക്യാപ്സ്യൂൾ പോലെ അല്ല, ടിപ്പ് പോലെ ക്യാപ്സ്യൂൾ പോലെ തരുന്നത്. കാരണം ഇതാണ് അവസ്ഥ എന്നുള്ളത്. ആ അവസ്ഥ പല ദിക്കിനും വീഡിയോസ് ആയിക്കോട്ടെ, വെയിറ്റേഴ്സ് അങ്ങനെ പല ചാനലുകളും നോക്കിയിട്ടാണ് നമ്മൾ ഈ ഗൂഗിളിൽ കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കുറഞ്ഞു എന്നുള്ള നിലയ്ക്കാണ് ഇത് പോകുന്നത്. മെയിനായിട്ട് പല രീതിയിലും പറയാം. നമുക്കെന്നറിയാം, ഇറാനൊരു കോമ്പൻസേഷൻ വേണമെന്ന് പറയുന്നു. ഓക്കെ, എന്നാലേ ഞങ്ങൾ വരുള്ളൂ എന്ന് പറയുന്നു. ട്രംപിനും കോമ്പൻസേഷൻ വേണം, മരിച്ച ആൾക്കാർക്ക് വേണമെന്ന് പറയുന്നു. അതും 50 കൊല്ലത്തെ കണക്കൊക്കെ പറയണേ, പഴയ കാലത്തെ കണക്കൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോൾ അത് ഇതിൽ കാണിച്ചില്ലെങ്കിൽ പറയുകയാണ് 50 കൊല്ലം ഉണ്ടായ നഷ്ടങ്ങളുടെ കണക്കും കൂടി അമേരിക്കയുടെ കണക്ക് പറയുന്ന പറയണേ. ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ കേസുകളും നമുക്ക് മാർക്കറ്റിന് സന്തോഷമുള്ള കാര്യങ്ങളല്ല വരുന്നത്. കണ്ടോ, ഇത് അടുത്തൊന്ന് വന്നിക്കുന്നത് ഇറാൻ്റെ 300 ബില്യൺ ഡാമേജ് ഇഷ്യൂ. ഇത് ഓരോ കാര്യങ്ങളും നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു? ഇന്നലെ രാത്രി ഏകദേശം ക്രൂഡ് നല്ല രീതിയിൽ ക്രൂഡ് നല്ല രീതിയിൽ അപ് ട്രെൻഡായി. അപ്പോൾ ക്രൂഡിൻ്റെ കാര്യം നമ്മളെടുത്ത് നോക്കുമ്പോൾ ക്രൂഡിൻ്റെ ആ മൂവ്മെൻറ്റുകൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് മൂവ്മെൻറ്റാണ് പോയിരുന്നത്. ആ ഫ്ലാറ്റ് മൂവ്മെൻറ്റിൽ ഇവിടെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇവിടെ പ്രതീക്ഷ ഏരിയയായിരുന്നു. ഈ പ്രതീക്ഷ വിട്ടിട്ട് കുറച്ചൊന്ന് അപ് ട്രെൻഡിലേക്ക് ഇന്ന് മാർക്കറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഏകദേശം 3%, ഇന്ന് ജസ്റ്റ് പ്ലസ്സൊക്കെ തന്നെയുള്ളൂ. എങ്കിൽ തന്നെയും ഒന്ന് അപ് ട്രെൻഡിലേക്ക് നിൽക്കുകയാണ്. ഇത് ന്യൂസുകളൊന്നും പോസിറ്റീവ് അല്ല. ഏത് അമേരിക്കയെ സംബന്ധിച്ച് ഇറാനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇല്ലാത്ത ക്രൂഡ് മുകളിലേക്ക് പോകുന്നതുകൊണ്ട് എല്ലാ മാർക്കറ്റും താഴത്തേക്ക്, എല്ലാ രാജ്യത്തെ മാർക്കറ്റും കുറച്ചൊന്ന് ഡിലേ ആയിട്ടുണ്ട്. ഈ ഇനി പറയാൻ പോകുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനു മുമ്പ് പറയാവുന്നത്, അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് തന്നെ പോകേണ്ടതാണ്. പക്ഷേ ഒരു സമാധാനമുള്ളത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് FII വലിയ സെല്ലിങ്ങിലല്ല എന്നുള്ളത് കൊണ്ട് DAS എപ്പോഴും അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് ഒപ്പോസിഷൻ ചെയ്യാനുള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ടും DIയും FIയിലധികം ശല്യമില്ലാത്തതുകൊണ്ടും ലിമിറ്റഡ് പ്രൈസ് ആയിരിക്കും ചിലപ്പോൾ താഴത്തേക്ക് വരുള്ളൂ. ഞാൻ കുറേ അത് കാട്ടിച്ചും പൊളിഞ്ഞ് വീഴണമെന്നൊന്നുമില്ല. ഒരു ലിമിറ്റഡ് പ്രൈസ് താഴെ പോയിട്ട് റിക്കവറി ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് റിക്കവറി നിർത്താൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ക്രൂഡ് ഓയിലിൽ വല്ല റിക്കവറി വരികയാണെങ്കിൽ കുറച്ച് കൂടുതൽ റിക്കവറി വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ സെയിം ടൈമിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നിപ്പോൾ ചൊവ്വാഴ്ച കട്ടിംഗ് ഡേറ്റ് ഇതിന് നിഫ്റ്റിയിൽ നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ള രീതിയിലുള്ള സെല്ലിങ്ങും കൂടി കുറച്ച് കൂടാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, അടുത്തത് ഒരു കാലഘട്ടത്തിൻ്റെ ഇഷ്യൂ പോലെ തന്നെയാണ് വിബ്രോ BSEന്ന് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇൻഡെക്സിൽ നിന്ന് എടുത്ത് മാറ്റാൻ പോവുകയാണ് വിബ്രോനെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയ കമ്പനികൾ ഇൻഡെക്സിൽ നിന്ന് താഴ്ത്തിക്ക് പോകുന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കേസാണ്. പറഞ്ഞെന്ന് മാത്രം. അഡാനി ഷെയർ ഇന്ന് മാർക്കറ്റിൽ നിന്ന് റിക്കവർ ചെയ്യിക്കാൻ ഒരു ന്യൂസ് വേറെ കിട്ടിയിട്ടുണ്ട്. അഡാനിക്ക് ഇവിടെ വളരെ ഡീസൻ്റായ ന്യൂസുകൾ കിട്ടിയിട്ടുണ്ട്. ഡ്രോപ്പ് ദ ക്രിമിനൽ ചാർജസ്. അപ്പോൾ ഇതൊരു ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അഡാനി ഷെയർസിന് ഒരു റിക്കവറി കാണിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അഡാനി ടീമുകൾക്ക് ഒരു സന്തോഷമുള്ള ദിവസമായത് മാർക്കറ്റിനെ ആ സെക്ടർ വെച്ചിട്ടൊന്ന് ഉയർത്താൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും വാച്ച് ചെയ്യേണ്ട കൗണ്ടറാണ് അഡാനി ഷെയർസുകൾ. ബോഷിൻ്റെ റിസൾട്ട് വന്നിരുന്നു, നല്ല റിസൾട്ടായിരുന്നു. ബോഷിൻ്റെ റിസൾട്ട് നല്ലതായിരുന്നു, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു ഭേദപ്പെട്ട റിസൾട്ട് എന്ന് പറയാം വോഡഫോൺ. അപ്പോൾ അതും കാണുന്നുണ്ട്. പക്ഷേ ഈ കറക്ഷൻ മാർക്കറ്റിൽ എത്രത്തോളം ഡെവലപ്പ് ആവുമെന്ന് എനിക്കറിയില്ല. ബുള്ളിഷ് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ചെറിയ ഷെയർസും ഒരു 2 രൂപയുടെ വേരിയേഷനൊക്കെ വരേണ്ടതായിരുന്നു. ഇപ്പോൾ ഇത് ബയറിഷ് മാർക്കറ്റിൽ അത്രത്തോളം ഗൗരവം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. വോഡഫോണിന് എന്നാലും ഭേദപ്പെട്ട ന്യൂസ് എന്ന് പറയാം. അപ്പോൾ IPOയുടെ ഒരു തരംഗം തന്നെയാണ്. അത് നല്ല കമ്പനികളിൽ IPOകൾ വരുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു 2-3 കമ്പനികളെയും കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ കമ്പനികളൊക്കെ നല്ല IPO ആണ്.
അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പുതിയ പുതിയ കമ്പനികളിലെ നല്ല IPOകൾ വന്നിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഡേറ്റുകൾ ശ്രദ്ധിക്കണം. വളരെ കുറഞ്ഞ ഡേറ്റുകൾ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇന്നത്തോടെ അവസാനിക്കും. മാക്സിമം ഇന്ന് 3:30 മുമ്പ് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാവുന്നതാണ്. മൂന്നെണ്ണവും തരക്കേടില്ലാത്ത IPO അപ്ലൈ ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ IPO ഒന്ന് ശ്രദ്ധിച്ചോളൂ. മാർക്കറ്റ് വീക്ക് ക്ലോസിങ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വീക്ക് ക്ലോസിംഗ് ആണ്. അപ്പോൾ അത് അവിടെ നിർത്തുന്നു. മാർക്കറ്റിൽ ചെറിയൊരു എന്താ പറയുക നെഗറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഞാൻ നെഗറ്റീവ് ട്രെൻഡാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളൊരു ടെക്നിക്കൽ സെക്ഷൻ എടുക്കുമ്പോൾ മാർക്കറ്റ് ബൈ ആണ്. അപ്പോൾ ഇത്രയും ചിന്തിച്ചൂടെ കാലത്ത് മാർക്കറ്റ് നെഗറ്റീവ് അപ്പോൾ തന്നെ റിക്കവറി. ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗണ് റിക്കവറി വീണ്ടും സെല്ലിങ്. അപ്പോൾ ഈ രണ്ട് തരത്തിലും വരാം, വീണ്ടും റിക്കവറി. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, സിയും പിയും നമുക്ക് കളിക്കാൻ നല്ലതായിരിക്കും. ഓരോ നല്ല അടി വരുമ്പോൾ ഒരു കോൾ എടുക്കാനും പുട്ടെടുക്കാനും മാറ്റി ചെയ്യാം. നിങ്ങൾ അതിൽ ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടെടുക്കുന്ന ഒന്ന് തിരിയണ പോലെയാണ് കോൾ എടുക്കണം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ പെട്ടെന്ന് എടുത്ത് കട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. എവിടെ അൺസർട്ടനിറ്റി വരുന്നു ആ സമയത്തൊക്കെ ഗോൾഡ് കയറാറുണ്ട്. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കും, യുദ്ധം ഉണ്ടായപ്പോൾ ഇതൊന്നും തിരിച്ചു പറ്റിയെന്ന്. ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടായപ്പോൾ തിരിച്ചു പറ്റുന്നുണ്ടെങ്കിൽ US ഡോളർ എൻ്റെ ഒരു ഐഡിയകളാണ് പറയുന്നത് കേട്ടോ. അത് ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ട്. US ഡോളർ സ്വാഭാവികമായിട്ട് ഡിപ്രീസിയേഷൻ ചെയ്യും. അതിന് ഏറ്റവും അഗൈൻസ്റ്റ് ഗോൾഡാണ് നമ്മളെല്ലാവരും ഇതുവരെ ധരിച്ചിരുന്നത്. പക്ഷെ വളരെ അത്ഭുതകരമായിട്ട് ഡോളറിൽ വലിയൊരു ബൈ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ചൈന അധികം വാങ്ങിച്ചിരിക്കുന്നു. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ വളരെയധികം ഗോൾഡ് ബൈ എടുത്തു. പിന്നെ ട്രംപിൻ്റേതായ ചില കലാപരിപാടിയും കൂടി കഴിഞ്ഞപ്പോൾ ഗോൾഡിനേക്കാളും കുറച്ചും കൂടി വിശ്വാസം നമ്മുടെ US ഡോളറിലേക്ക് വന്നു എന്നുള്ളത് ഒരു മാർക്കറ്റിലെ ഒരു ഗെയിമായിട്ടാണ് നമുക്ക് തോന്നിയിരുന്നത്. എങ്കിൽ തന്നെ എന്ത് പറ്റി, ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ വളരെ നഷ്ടം പറ്റി. എന്നാൽ മറ്റുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ബെനിഫിറ്റും കിട്ടി. പക്ഷേ ഈ ഡോളർ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോളർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ, യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ബുദ്ധിമുട്ടിലാവും. ഇങ്ങനെ യുദ്ധം നീണ്ടു പോകണമെങ്കിൽ അമേരിക്ക ബുദ്ധിമുട്ടിലാവും. ഡോളറിൻ്റെ അവസ്ഥ മോശമായെന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികം വീണ്ടും ഈ വരികയാണ് ഗോൾഡും സിൽവറും എന്ത് ചെയ്യണമെന്നില്ല. അപ്പോൾ ഗോൾഡും സിൽവറും വീണ്ടും അട്രാക്ഷൻ വരികയാണ്. അപ്പോൾ നമുക്ക് അട്രാക്ഷൻ വരാം. അപ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്നതാണ് ഗോൾഡ്. ഇപ്പം മിനിഞ്ഞാന്ന് ഞാൻ ഗോൾഡ് പോയി പറഞ്ഞതാണ്. അപ്പോൾ ഗോൾഡ് സിൽവർ താഴെ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും റിസ്ക് എടുക്കാൻ താല്പര്യം. അങ്ങോട്ടും നല്ല വേരിയേഷൻ ഉണ്ട്. റിസ്ക് എടുക്കാൻ പറ്റുന്നതാണ് സിൽവർ നോക്കേണ്ടതാണ്. അടുത്തതൊരു കാര്യം പറയുന്നത് നമ്മൾ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എക്സ്ചേഞ്ച് അതിൽ നമ്മൾ പ്രധാനപ്പെട്ടത് MCX എല്ലാവർക്കും അറിയുന്നതായിരിക്കട്ടെ, എന്നാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. MCX എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാത്ത, ഞാൻ ട്രേഡ് ചെയ്യുന്നവരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻവെസ്റ്റേഴ്സിനല്ല, ട്രേഡേഴ്സ് എന്തുകൊണ്ട് MCXനെ എടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ MCXന് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു NSEക്കാളും വളരെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് MCX എക്സ്ചേഞ്ച് ഇന്ത്യയുടെ. അപ്പോൾ ഈ എക്സ്ചേഞ്ചിൽ നമുക്ക് ഗോൾഡും അതുപോലെ സിൽവർ, ക്രൂഡ് ഇതൊക്കെ ചെറിയ രീതിയിൽ ചെറിയ ലോട്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു അവസരം ഉണ്ടായിട്ടും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു 90% സക്സസ്സാണ് ഇതിൽ ട്രേഡ് ചെയ്യുമ്പോൾ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രേഡിംഗ് ആണ്, വീണ്ടും ഒരു ഇൻട്രാഡേ ട്രേഡോ അല്ലെങ്കിൽ ഡേ ടു ഡേ ട്രേഡിലേക്കാണ് ഇത് പോകുന്നതെങ്കിലും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ FIസിൻ്റെ സെല്ലിങ്ങിനെയൊന്നും ബാധിക്കുന്നില്ല. ഓൾ വേൾഡാണ്. അപ്പോൾ ഗോൾഡ് വേൾഡിൽ പൊട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ പൊട്ടി, സിൽവർ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ കയറി, അല്ലെങ്കിൽ ക്രൂഡ് അവിടെ പൊട്ടുകയാണെങ്കിൽ ഇവിടെ പൊട്ടി. അപ്പം ഒരു കാര്യം നല്ല ട്രാൻസ്പാരൻ്റാണ്. അത് വേറൊരു വസ്തുവിനെ കണ്ടിട്ടാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ട്, വൺ സൈഡ് മൂവ്മെൻറ്റ് എപ്പോഴും വരും. വൺ സൈഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ന്യൂസ് വന്നു ഗോൾഡിന്, അപ്പോൾ ഗോൾഡ് കണ്ടിന്യൂസ് കയറുന്നത്. ഇവിടെ നമ്മളൊരു 50 ഷെയർസുമേയുള്ള
ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ നിഫ്റ്റി അല്ലെങ്കിൽ 30 വെച്ചിട്ട് നിങ്ങൾ BSE കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഷെയറിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ ആലോചിച്ചു, ഒരു സിംഗിൾ കവറിനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളിതിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. റിസ്കിനെ കുറിച്ച് മനസ്സിലാക്കണം ഇതിൻ്റെ. കാരണം വൺ സൈഡ് മൂവ്മെൻ്റാണ്. അപ്പോൾ ചിലപ്പോൾ ഒറ്റ ക്രാഷിൽ തന്നെ ഹെവി ആയിട്ട് താഴ്ത്തി കണ്ടിന്യൂ ചെയ്ത് പോയിട്ടിരിക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ അതാത് ദിവസം കട്ട് ചെയ്തിട്ട് പോകാം. ഞാൻ 11:30 വരെയുള്ള മാർക്കറ്റ് ടൈമിൽ ഇത് ക്ലോസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. കാരണം പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ റുപ്പിയായിട്ട് ക്രൂഡിൻ്റെ വില കമ്പാരിസൺ ചെയ്യുമ്പോഴുള്ള വേരിയേഷനും വരെ വരും. ഞാൻ അങ്ങനെ പറയുന്നതാണ്, ഇത് ഡോളറിനും വരും. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഗോൾഡ്, സിൽവർ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഉണ്ട്. വളരെ സിമ്പിൾ വീഡിയോ ആണ്, 1 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ ആണ്. ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കാവുന്ന വേറെ കാര്യം നല്ലൊരു ഷെയർ ബൈയിങ് കൂടിയാണ് MCX കേട്ടോ. MCXൻ്റെ ഷെയർസും ലോങ് ടൈം ബെസ്റ്റ് ആയിരിക്കും. അടുത്ത മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നിങ്ങൾ ഈ സമയത്ത് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ടെക്നിക്കലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവില്ല. കാരണം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ പണ്ടോട്ടെ നിങ്ങൾ എന്ത് ക്ലാസ്സിന് പോയവരായിരിക്കും അല്ലേ, ട്രേഡിംഗ് ഓപ്പറേറ്റർ അവരെക്കുറിച്ച് മനസ്സിലാക്കണം. ട്രേഡിംഗ് ഓപ്പറേറ്റർ ആരാന്നല്ലേ. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുക. മനസ്സിലായ ഹൈ ക്യാപിറ്റൽ മാർക്കറ്റ് മാനിപ്പുലേറ്ററുള്ള നമ്മളവിടെയുള്ള ആൾക്കാരാണ് ഹൈ ക്യാപിറ്റൽ മാർക്കറ്റ് മാനിപ്പുലേറ്റർ. ഇവരാണ് ഇതിനെ മാർക്കറ്റിനെ ഇന്ന് വേണമെങ്കിൽ ഇത് താഴ്ത്ത് വന്ന അവിടെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കും. ഇത് ഇവിടെ വെച്ചിട്ട് തിരിയുന്ന നിങ്ങളെ ഫണ്ടമെൻ്റൽ വർക്കാവില്ല. അതുപോലെ ഇവിടെ വന്നിട്ട് താഴ്ത്തേക്ക് വരുന്നതും വർക്കാവില്ല. ആ സമയം ഒന്നും അറിയാത്ത ആൾ തൊട്ട് കാണിച്ചിട്ട് ഇത് ബയ്യും സെല്ലും ചെയ്യാൻ പറഞ്ഞാൽ അയാൾക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ഇവിടെ വിഷയം മനസ്സിലാക്കി നിങ്ങളിവിടെ പൂർണ്ണമായിട്ട് നിങ്ങളെ ടെക്നിക്കൽ ചെയ്യാം. അത് സ്റ്റോപ്പ് ലോസ് ബേസ് ചെയ്തിട്ടോ അതിൻ്റെ എക്സിറ്റ് ബേസിട്ടോ. പക്ഷേ മൂവ്മെൻറ്റ് നിങ്ങൾ സെൻറ്റിമെൻ്റായിട്ട് എടുക്കുക. സെൻറ്റിമെൻ്റൽ ട്രേഡിംഗ് ആണ്. സെൻറ്റിമെൻ്റൽ ട്രേഡ് ചെയ്യുന്നവരാണ് ഈ മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കുക. ഓക്കെ, സെൻറ്റിമെൻ്റൽ ട്രേഡിങ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സെൻറ്റിമെൻ്റൽ പഠിച്ചുകൊണ്ടിരിക്കുക, ന്യൂസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു രീതിയിൽ പോകുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഡേ ട്രേഡിങ്ങിന് നല്ല ക്യാഷ് കിട്ടുന്നതായിട്ടാണ് എൻ്റെ അറിവ്. അതൊന്ന് ശ്രദ്ധിക്കുക. അതിൽ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ ഇൻവെസ്റ്റിംഗ് ടിപ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഏഞ്ചൽ വണ്ണൊക്കെ. അപ്പോൾ അതൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, താങ്ക് യു.